സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ പരസ്പരം പോരടിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും. കേന്ദ്രം പണം നൽകുന്നില്ലെന്ന സർക്കാർ വാദം പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷം. കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്നും ഇതിനായി കത്തയച്ചെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യമായി 5 ലക്ഷം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളിൽ ഉറച്ച് ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 24ാം ദിവസവും തുടരുകയാണ്. കുടിശ്ശികയായിരുന്ന 3 മാസത്തെ ഓണറേറിയം സമരം തുടങ്ങിയ ശേഷം സർക്കാർ അനുവദിച്ചു. മറ്റാവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കണമെന്നാണ് സർക്കാർ നിലപാട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ ആരോഗ്യ മിഷന് നൽകാനുള്ള 636.88 കോടി രൂപ കേന്ദ്രം നൽകിയില്ലെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. എന്നാൽ സർക്കാർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഓണറേറിയം 10,000 രൂപയാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് CITU നടത്തിയ സമരവും ചൂണ്ടിക്കാട്ടുന്നു. എനിക്ക് ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ സഹമന്ത്രി നൽകിയിട്ടുള്ള ഉത്തരത്തിൽ വളരെ കൃത്യമായി പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിന് ദേശീയ ആരോഗ്യ ദൗത്യം വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭിക്കേണ്ടുന്ന 912 കോടി രൂപയിൽ ജനുവരി 25-ന് മുമ്പായി തന്നെ, ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയും ഒരു മാസമുണ്ട്, ജനുവരി 25-ാം തീയതി തന്നെ 800-ലധികം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. കല്ല് വെച്ച പച്ചക്കള്ളം ചുമ്മാതെ പ്രചരിപ്പിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ പ്രതിപക്ഷവും മിണ്ടില്ല. അവർക്കറിയാം BJP ആണ്. പറഞ്ഞാൽ ഞങ്ങളെ BJP ആയി ചിത്രീകരിക്കും. ഇപ്പൊ BJP ബ്രാൻഡിങ് ഭയന്ന് പലരും സത്യം പറഞ്ഞു പറയാതിരിക്കുകയാണ്. വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഈ ഓണറേറിയം അടക്കം കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ്, പെർഫോമൻസ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും, കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. ആരോഗ്യമേഖലയ്ക്ക് കേന്ദ്രം അനുവദിച്ച തുകയിൽ നടപ്പു സാമ്പത്തിക വർഷം കുടിശ്ശികയുണ്ടെന്ന വാദം സംസ്ഥാന സർക്കാരിനുമില്ല. ആരോഗ്യമന്ത്രി പറയുന്നതെല്ലാം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കാണ്. ഓണറേറിയം വൈകാൻ കാരണം സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടാണെന്ന് കേന്ദ്രം പറഞ്ഞതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇതിനടിസ്ഥാനമായ വാർത്താക്കുറിപ്പിന് ആധികാരികതയില്ലെന്നും നുണഫാക്ടറിയിലെ ഉൽപ്പന്നമാണെന്നും വീണ ജോർജ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ആരോപിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം നയപരമായ ഒരു പരിഹാരമാണ് ആശമാരുന്നയിച്ച വിഷയത്തിലുണ്ടാകേണ്ടത്. ജയകുമാറിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.